പെയിന്റ് അടിക്കുക കേട്ടോ അവിടെ. കേട്ടോ നല്ല വൃത്തിയില്ലേ ഇവിടെയൊക്കെ. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്തിനാണെന്നറിയാം അതൊക്കെ കാണിച്ചു തന്നത്. ബാത്റൂം വൃത്തിയില്ലേ, എന്നാലും ഞാൻ ഡെയിലി കഴുകണതാണ് കേട്ടോ. ഇന്ന് മാത്രമേ കഴുകാത്തുള്ളൂ. ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തന്നാ കേട്ടോ. ആ ഓണർ ചേച്ചി ഇന്നലെ വന്നിട്ട് ഞാൻ എന്താ പറയുക, ഞാൻ ഇത്രയും വർഷം വാടകയ്ക്ക് ഇരുന്നിട്ടാണ് ഇതുപോലെ ഒരു വീടും ഓണറിന് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പോണ അവിടുന്ന് നമ്മളിങ്ങനെ പറഞ്ഞിട്ടുമില്ല. വീടും ബാത്റൂമൊക്കെ വൃത്തിയാക്കി തരണം. അതുമാത്രമല്ല കേട്ടോ പിന്നെ പറഞ്ഞത്, ഇപ്പം ഇങ്ങനെ കിടക്കുമല്ലോ, വയ്യാത്ത കാരണമാണ് ഇങ്ങനെ കിടക്കണത്. എന്നാലും ഇടയ്ക്കൊന്നും ഇങ്ങനെ നടക്കും ഒക്കെ ചെയ്യും. ജില്ലാശുപത്രി ആക്കി, വീട് നമ്മൾ ജില്ലാശുപത്രി ആക്കി എന്നൊക്കെയാണ് അവർ പറയണത്. എന്താ ഞാൻ പറയുക, നമ്മൾ അങ്ങോട്ട് പോകാണ്ട് തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഓരോന്നും പറയട്ടെ. അങ്ങനെ പക്കാട ഉണ്ടാക്കി പൈസ പിടുങ്ങാനുള്ള ഐഡിയ ആണെന്നൊന്നും അതും അറിയില്ല. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒഴിയുകയാണെങ്കിൽ ഒഴിഞ്ഞോളി എന്ന് പറഞ്ഞപ്പോൾ ആളധികമാണ് ഒഴിഞ്ഞോളി പറഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ വീട് നോക്കി. നമുക്ക് നല്ല വീടൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ, വീടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിലും സൂപ്പർ വീട് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ദൂരമൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ. പിന്നെ സ്കൂളില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചയും പാടുമാണ് കേട്ടോ. പിന്നെ മണ്ണാർക്കാട് ആങ്ങളുടെ അടുത്ത് ഉമ്മ പോവും, പക്ഷേ ഉമ്മക്ക് അവിടെ പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അധികം അവിടെ പോകാത്തത്. പാലക്കാട് ജനിച്ച് വളർന്നിരുന്ന നാടായ കാരണം മുപ്പത്തിയേർക്ക് പാലക്കാട് വിട്ട് പോകില്ല. ആങ്ങളെ വിളിക്കണുണ്ട് വാ പറഞ്ഞിട്ട്, പക്ഷെ അവിടെ ഇരിക്കില്ല. അതുകൊണ്ടാണ് ഉമ്മ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണത്. പിന്നെ എനിക്കും ഉമ്മ ഇല്ലെങ്കിലും ഒരു ഇടങ്ങറാണ് കേട്ടോ, കുട്ടികളെ ഉമ്മനെ കാണാണ്ട് ഇരിക്കില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഉമ്മ ഇവിടെ ഇരിക്കുന്നത്. ഉമ്മക്ക് ഇഷ്ടം പാലക്കാട് ഇരിക്കാൻ തന്നെയാണ്. ആങ്ങളെ വിളിക്കും, എന്നാലും കുറച്ച് ദിവസം അവിടെയും പോയിരിക്കും, ഇവിടെ ഇരിക്കും. അങ്ങനെ ഇളാമാൻ്റെ അവിടെ ഇപ്പോൾ പോയിരിക്കും. അവിടുന്ന് ഒരു മാസം കഴിയുമ്പോൾ ഇപ്പം ഇങ്ങോട്ട് വരും. ഇവിടെ ചികിത്സയും കാര്യങ്ങളൊക്കെ ഇവിടെ അല്ലേ, അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കാണിക്കാൻ വരും. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് കഴിയുന്നുണ്ട്. പക്ഷെ എന്നാലും വലിയ ഫാമിലിക്ക് ആരും വീട് തരുന്നില്ല. പക്ഷെ എന്നാലും അവർക്ക് ഇങ്ങനെ പറയേണ്ട നായൊന്നുമില്ല. ഇത്രയും ആൾ പറഞ്ഞു ഒഴിയാൻ പറഞ്ഞു, ഞങ്ങൾ ഒഴിയാമെന്നും പറഞ്ഞു. അഡ്വാൻസ് വന്നാൽ ഞങ്ങൾ ഒഴിയാമെന്ന് പറഞ്ഞു. നമ്മൾ 50 കൊടുത്തിട്ടുണ്ട് അഡ്വാൻസ്, 6000 റുപ്യ വാടകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീടും ആളധികമുള്ള വീടും കിട്ടണമല്ലോ. അപ്പോൾ വീട് ഇട്ടപ്പോൾ കുറേ പേര് കമൻറ്റ് നല്ല അഭിപ്രായം തന്നെ കേട്ടോ പറഞ്ഞു. കമൻറ്റ് വേഗം വീടാവട്ടെ എന്നൊക്കെ. എല്ലാവർക്കും ആഗ്രഹം അത് തന്നെയാണ്. സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിൽ എന്തൊക്കെ കേൾക്കണം, ആൻ്റെയൊക്കെ എന്തൊക്കെ കേൾക്കണം അല്ലേ. എല്ലാതും കേൾക്കണം വീടില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. എന്താ ചെയ്യുക, വീടില്ലാത്ത വലിയൊരു അവസ്ഥ എന്ന് പറഞ്ഞ പോലെ. നമ്മുടെ വീടിപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ, എല്ലാം വീടും വൃത്തി ഒക്കെ ഉണ്ടല്ലോ. ഞാൻ ദിവസം അടിച്ച് വാരി തുടച്ചിടുന്ന സ്ഥലമാണ്. ചില സമയത്ത് വീഡിയോ എടുക്കാൻ മടിച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ അതൊന്നും കാണിക്കാത്തത്. ചില സമയത്ത് ഭയങ്കര ഫോണും കൊണ്ട് അങ്ങോട്ടും കൊണ്ട് നടക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക്. വീഡിയോ എടുക്കാൻ നല്ല എന്താ പറയുക മടിച്ചയക്കണം ഇപ്പോൾ, എന്താണെന്നറിയില്ല. പിന്നെ അങ്ങനെ നമുക്ക് വീട് ശരിയായിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം കേട്ടോ. സ്കൂൾ ട്രിപ്പൊക്കെ എടുക്കാൻ റിയാസ്ക്കാർക്ക് ബുദ്ധിമുട്ടാണ്. എന്നാലും കൂടി നമുക്ക് എല്ലാവർക്കും ഇരിക്കാൻ പാകത്തിനുള്ളൊരു വീട് കിട്ടണ്ടേ. എന്തായാലും നല്ലൊരു ഇതാണ്. എന്നാൽ ഇവിടത്തേനെക്കാട്ടി നല്ല അടിപൊളി സൗകര്യമുള്ളൊരു വീടാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2 ബെഡ്റൂമൊക്കെ ഉണ്ട്. ബെഡ്റൂം, ഹാള്, കിച്ചൺ. ഇവിടുത്തെ അടുക്കളക്കാട്ടി നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമുക്ക് ഒരു 2-3 ആൾക്ക് നിൽക്കാനുള്ള ഒരു ഗ്യാപ്പൊക്കെ ഉണ്ട്. ഇവിടെ പറഞ്ഞാൽ ഒരാൾ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല. 2 ആൾ ഏറി വന്ന് 2 ആൾക്ക് നിൽക്കാം കഷ്ടിച്ചിട്ട്. പക്ഷെ അവിടെ അങ്ങനെയല്ല, അടുക്കളയിൽ നല്ല വീതി വലിപ്പമൊക്കെ ഉണ്ട്. അപ്പം ഇനി ഇവർ 2 വട്ടമായിട്ട് അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1-ാം തീയതിക്കും തരാം, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മൾ 1-ാം തീയതി കുറച്ച് പൈസ തരുമ്പോൾ നമ്മൾ വീട് അവിടെ കൊണ്ട് അഡ്വാൻസ് കൊടുക്കും. എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കടത്തും. കുറച്ച് സാധനങ്ങളൊക്കെ കടത്തിയ ശേഷം ബാക്കി തരുമ്പോൾ ബാക്കി സാധനങ്ങളും കൂടി കടത്തും. പിന്നെ സാധനങ്ങളൊന്നും അധികം ഇല്ല കേട്ടോ. നമ്മൾ ആ പഴയ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒക്കെ ഒഴിവാക്കിയിട്ട് അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ പറയുമ്പോൾ ഒരു കട്ടിലേ ഉള്ളൂ, അത് പൊട്ട കട്ടിലാട്ടോ. പിന്നെ ഉമ്മാൻ്റെ മറ്റേ കട്ടിലും, പിന്നെ നമ്മുടെ ഈ ബെഡും ഇതൊന്നും പിന്നെ കനമില്ല കേട്ടോ. പിന്നെ അലമാര പറഞ്ഞാൽ നല്ല കനമുണ്ട്. അതുപോലെ അലമാറിൻ്റെ അടിയൊക്കെ പോയി കിടക്കുകയാണ്. അപ്പോൾ അതൊന്നും നമുക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. പിന്നെ മുകളിലേക്ക് റിയാസ്ക്കൊക്കെ ഒറ്റയ്ക്ക് തൂക്കിയിട്ട് പോകാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അലമാര ചിലപ്പോൾ ഞങ്ങൾ പഴയതിന് കൊടുക്കും. പിന്നെ 2 കൊട്ട എന്തെങ്കിലും വാങ്ങിച്ചിട്ട് തുണികൾ ഇട്ട് വെക്കുക തൽക്കാലം.
കാരണം അൽമാര പറ്റ പോയിരിക്കുകയാണ് കേട്ടോ. അൽമാര അടി അങ്ങനെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് അൽമാര എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ മുകളിലേക്ക് കയറ്റുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ എല്ലാ കണ്ടീഷനും പോയിട്ടുണ്ടാവും. ഇവിടുന്ന് ഇറക്കി ഇനി അവിടുന്ന് മുകളിൽ കയറ്റി ഇടയിൽ നിന്ന് വണ്ടി കയറ്റി ഒന്നും പറയേണ്ട. സാധനങ്ങൾ ഈ ചൂട് സമയം സാധനം കെടുത്താനുള്ള അതാവ് എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ തലപ്പം തന്നെ വട്ടം കറങ്ങുക കേട്ടോ. എങ്ങനെ ഇതൊക്കെ കുറച്ചാണെങ്കിൽ നമുക്ക് അത്രയും ദൂരം എത്തിക്കണ്ടേ. കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന്. അതുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്തിക്കാനൊക്കെ. പിന്നെ റിയാസ് ഖാനെ ഒറ്റക്ക് സാധനങ്ങളൊക്കെ കടത്തണം. പിന്നെ ഞങ്ങളും ഉണ്ടല്ലോ. പോയ പ്രാവശ്യം റിയാസ് ഖാൻ അനിയനും ഉണ്ടായിരുന്നു ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ. ഇങ്ങനെ വലിയ സാധനങ്ങളൊക്കെ അൽമാരയും കട്ടിലൊക്കെ കടത്താൻ അവ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അവന് അറിയില്ല, വരുമോയെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓണർ വന്നിട്ട് വീടൊക്കെ വൃത്തിയാക്കി അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന പോലെ തന്നെ തരും, വീടൊക്കെ തന്ന പോലെ തന്നെ തരും. അതിന് പേരിൽ നമ്മൾ അഡ്വാൻസ് ഒന്നും കുറയ്ക്കാനൊന്നും പറ്റില്ല, തരണം. വാടകയൊക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് തന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ വന്നിട്ട് കുറച്ച് ചെത്തമ്പിളിയൊക്കെ ആയിട്ടോ. പിന്നെ ജില്ലാശുപത്രി പോലെ ആയിരിക്കണം, ഇപ്പോൾ കിടക്കണം കണ്ടിട്ട് ജില്ലാശുപത്രി പോലെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വക്കാണൊക്കെ ഉണ്ടാക്കി സ്ത്രീ വന്നിട്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. വീടില്ലാത്തവരുടെ അവസ്ഥയൊക്കെ കേട്ട് നിൽക്കുക എന്നല്ലാണ്ട് എന്താ ചെയ്യുക. അപ്പോൾ ഒരുപാട് വിഷമം. ഇരിക്കാനൊരു വീടാകാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക കേട്ടോ. ടെൻഷൻ കാരണം ഉറക്കേ ഇല്ല. സത്യം പറഞ്ഞാൽ ഉറക്കം രാത്രിയായാൽ ചൂട് കൊണ്ട് തീരെ ഉറക്കമില്ല കേട്ടോ. ഇവിടെ ഭയങ്കര ചൂടാട്ടോ, തീരെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ മേലെ പോയാൽ ഇത്തിരി നേരം ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുക. ഉറങ്ങാത്ത കാരണം ചെറിയൊരു തലചുറ്റിലും ഒക്കെ പോലെ ഉണ്ട്. വേറെ എന്താണ്. അപ്പം ഇനി അതിൻ്റെ നമ്മുടെ സാധനം കടത്തുന്നതിൻ്റെ എപ്പോഴാണ് 1-ാം തീയതി കടത്തും. 1-ാം തീയതി കുറച്ച് സാധനങ്ങളൊക്കെ കടത്തും. പിന്നെ ബാക്കി ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ തരാമെന്നാണ് പറഞ്ഞത് അഡ്വാൻസ്. അപ്പോൾ ബാക്കി അപ്പം കടത്തും. അപ്പോൾ 2-ാം തീയതി പോയി നമ്മൾ പാല് കാച്ചിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ചെത്തയിടല്ലേ, അവളെ എടുപ്പെടുത്തല്ലേ. അപ്പോൾ ഇനി സ്കൂൾ തുറക്കുന്നതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ പുതിയ വീട്ടിലായിരിക്കും. പിന്നെ നമ്മുടെ പുതിയ അടുപ്പ് വാങ്ങിയിട്ടുണ്ടല്ലോ, അത് പുതിയ വീട്ടിൽ പോയിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ അവിടെ ഒരു മുടി വന്നിരിക്കുന്നത് നോക്ക്, താടി വെച്ച് പെൻഷീക്കട് നോക്ക്, താടി വന്നിരിക്കുന്നത് ഒരു മുടി മാത്രം വളർന്നിരിക്കണം കേട്ടോ. എൻ്റെ ഞാനിത് എപ്പോഴാണ് ശ്രദ്ധിക്കണം, ഫോണിൽ നോക്കിയപ്പോൾ എപ്പോഴാണ് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. എന്തൊക്കെയോ പറയാൻ വന്ന് മറന്നു. ഇമ്മ പിന്നെ മണ്ണാർക്കാട് പോവില്ല, ഉമ്മാൻ്റെ നാട് വിട്ടിട്ട് ഇമ്മ പോവില്ല. ആങ്ങളെ വിളിച്ചാലും ഇല്ലെങ്കിലും പോവില്ല. ഉമ്മക്ക് പാലക്കാടാണ് ഇഷ്ടം. പിന്നെ ഇപ്പം പാലക്കാട് ഇഷ്ടമാണ്, ഇവിടെ ഇഷ്ടമാണ്. എല്ലാം അവിടെ ഇരിക്കും, 3 അവിടെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. എളാമാൻ്റെ അവിടെ ഇരിക്കും, എൻ്റെ അവിടെ ഇരിക്കും, ആങ്ങളുടെ അവിടെ ഇരിക്കും പറഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കും. വയസ്സായാൽ പിന്നെ എല്ലാവർക്കും തട്ടിക്കളിക്കൽ ജാസ്തിയായിരിക്കുമല്ലോ. ഏതെങ്കിലും സ്വന്തം എന്ന് പറയുമ്പോൾ ഒരു തറവാട് പോലെയൊക്കെ സ്വന്തം വീടുണ്ടെങ്കിൽ വയസ്സായവനെ അവിടെ തന്നെ ഇരുത്താം, എവിടേക്കും പറഞ്ഞേക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് ഇരുത്താം. ഇതിപ്പോൾ അതിനും പറ്റാത്തൊരവസ്ഥ. സ്ഥിരമായിട്ടൊരു വീടില്ല എന്ന് പറഞ്ഞതിലുള്ള അവസ്ഥ എന്താണ്? ഞാൻ പറയുമ്പോൾ എനിക്ക് കുഞ്ഞുനാൾ മുതലേ വീടില്ല കേട്ടോ. വാടക വീടാണ്, ജനിച്ചതും വാടക വീട്ടിലാണ്, കെട്ടിച്ചു കൊടുത്തതും വാടക വീട്ടിലാണ്. വീട് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇരിക്കാനൊരു വീടാകണം എന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടിയിട്ട്. എന്താ പറയുക, മരിക്കണ വരെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണം. അതിൻ്റെ ഇടയിൽ നമ്മളെ കുറേ ശത്രുക്കൾ നമ്മളെ ദ്രോഹിക്കുന്നുണ്ട്. ദ്രോഹം എന്തായാലും നമ്മൾ തെറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്കൊന്നും തട്ടൂല എന്ന് വിചാരിക്കുക. ആര് ദ്രോഹിച്ചാൽ അള്ള ഉണ്ടല്ലോ, അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുകയൊക്കെ. താമ്പതി തമ്പുരാൻ്റെ അള്ള തന്ന ജീവൻ അള്ള എടുക്കണവരെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് തീർക്കുക. മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും ജീവിക്കുക എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മക്കൾക്ക് വേണ്ടി ജീവിക്കുക, അത്ര തന്നെ. അപ്പം ഞാൻ വീഡിയോ നീട്ടണില്ല. നമുക്കിനി പുതിയ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ 1-ാം തീയതി ഇപ്പോൾ ഒരു കല്യാണം ഉണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. റിയാസ് ഖാൻ്റെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കല്യാണത്തിന് ഇവിടെ മണ്ണാർക്കാടാണ്. അപ്പോൾ അതിന് ഇൻഷാ അല്ലാഹ് 30-ാം തീയതിക്കാണ് കല്യാണം വരുന്നത്. അപ്പോൾ അതിന് ഇൻഷാ അല്ലാഹ് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വേണം സാധനങ്ങൾ കടത്താൻ. അപ്പോൾ ഞാൻ ആ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇനി വരുന്നത് വീഡിയോയിൽ. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. ഒരു വീടാകാൻ ആഗ്രഹമാണ്. മരിക്കണതിൻ്റെ ഉള്ളിൽ ഒരു വീട്ടിൽ കടന്ന് മരിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിയില്ല, അള്ളാൻ്റെ കയ്യിലാണ്. അള്ളാനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞ പോലെ അള്ളാനോട് പ്രാർത്ഥിക്കുക, അത്രമാത്രം. പ്രാർത്ഥനയിലും വലുത് വേറൊന്നുമില്ലല്ലോ. നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് അള്ള കൊടുക്കട്ടെ, അള്ളാഹ്ക്ക് വിട്ടു കൊടുക്കുക, അത്ര തന്നെ. നമ്മൾ ആർക്കും അറിഞ്ഞുകൊണ്ടൊരു ദ്രോഹം ചെയ്യാൻ പോണില്ല.
ഇങ്ങോട്ട് വരുന്നവന്നെ അള്ള നോക്കിക്കോളും എന്നുള്ളൊരു ഇതിലാട്ടോ ഇരിക്കണം. എല്ലാവർക്കും നമ്മളോട് ശത്രുതയാണ്. നമ്മളെന്ത് ചെയ്യുക? നമ്മളെ കാണുമ്പോൾ അവർക്ക് എന്താ തോന്നുന്നതെന്ന് അറിയില്ല. നമ്മളോട് കുറേ ശത്രുത കാട്ടിയിട്ട് എന്താ കാര്യം? ഞാൻ ആരെയും ദ്രോഹിക്കാൻ പോണില്ല. എൻ്റെ കാര്യം ചെടുപിടുമെന്ന് പറയും. ചിലർക്കത് പറ്റും, ചിലർക്കത് പറ്റില്ല. അപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിൽ ആരും ഒരു ദുരുദ്ദേശം വിചാരിക്കണ്ട, വേറെ അതിൽ കാണുകയും വേണ്ട. ഇപ്പോൾ എനിക്കുള്ള കുടുംബക്കാരിപ്പോൾ എൻ്റെ ആൾക്കാർ നിങ്ങളാണ്. എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടും. അതുകൊണ്ട് കൂടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതിൽ വേറെ ഒരു ദുരുദ്ദേശവും ഇല്ല കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ മനസ്സിക്കൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടും. മനസ്സിൽ ഇങ്ങനെ വെക്കുമ്പോൾ അതൊരു ടെൻഷനും ഇതൊക്കെ അല്ലേ, മരിച്ച മയ്യത്തിന് കാലമല്ലേ. അപ്പോൾ ഒക്കെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അതൊരു സന്തോഷമാവും. അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് വീഡിയോ തീർപ്പിക്കണില്ല. എല്ലാവരും വീഡിയോക്ക് ഓരോ ലൈക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ന്യൂ സബ് ഉണ്ടെങ്കിൽ എല്ലാവരും കൂട്ടാക്കുക. അപ്പോൾ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.